Next one is development administration. Development administration is a new dimension of public administration. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പുതിയ ഡയമെൻഷൻ ആണ് ഏത് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഇറ്റ് വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ ഗോസ്വാമി ഇൻ ദ ഇയർ 1955. 1955 ഗോസ്വാമിയാണ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. Development administration endeavors to bring about social, economic and political change in the society. ഇനി വാട്ട് യു മീൻ ബൈ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ? ഇപ്പോൾ എന്താണ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ? ഇപ്പോൾ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ടു ബ്രിങ് അബൌട്ട് ചേഞ്ച്. ഏതിലൊക്കെ ഉള്ളതാണ്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ച് ഇൻ ദ സൊസൈറ്റി. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യപരവും സാമ്പത്തികപരവും രാഷ്ട്രീയപരവുമായി ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുക. സോ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രൈവ്സ് ഫോർ ചേഞ്ച്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും എന്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്? ഒരു മാറ്റത്തെ. അപ്പോൾ അത് എക്കണോമിക് ആവാം, പൊളിറ്റിക്കൽ ആവാം, അല്ലെങ്കിൽ പിന്നെ സോഷ്യലാവാം. അപ്പോൾ സോ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രൈവ്സ് ഫോർ വാട്ട്? ചേഞ്ച്. അപ്പോൾ ഒരു മാറ്റം കൊണ്ടുവരിക, അതിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് സാമൂഹ്യപരമാവാം, അല്ലെങ്കിൽ സാമ്പത്തികപരമാവാം, അല്ലെങ്കിൽ രാഷ്ട്രീയപരമാവാം. സോ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രൈവ്സ് ഫോർ വാട്ട്? ചേഞ്ച്, ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രൈവ്സ് എന്തിനു വേണ്ടി ശ്രമിക്കുന്നു? ദറ്റ് ഈസ് ഫോർ ചേഞ്ച്, അല്ലെങ്കിൽ ഗ്രോത്ത്, പ്രോഗ്രസ് ആൻഡ് ആൾ സൈഡ് ഡെവലപ്മെൻറ്റ് ഇൻ ആൾ ഫീൽഡ് ഓഫ് എ കൺട്രി. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ എല്ലാ ഫീൽഡിലുമുള്ള പ്രോഗ്രസ്, അല്ലെങ്കിൽ ചേഞ്ച്, അല്ലെങ്കിൽ ഗ്രോത്ത്, അതിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുക. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ചേഞ്ച് ഓറിയൻറ്റേഷൻ. അപ്പോൾ നമുക്കറിയാം ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രൈവ്സ് ഫോർ വാട്ട്? ചേഞ്ച്. അപ്പോൾ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും ഏതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്? ചേഞ്ചിനെ, മാറ്റത്തെ. ദാറ്റ് ഈസ് ചേഞ്ച് ഓറിയൻറ്റേഷൻ. The distinctive feature of development administration is its central concern with socio-economic change. ഇപ്പോൾ സാമൂഹ്യപരമായി അല്ലെങ്കിൽ സാമ്പത്തികപരമായി ഒരു രാജ്യത്തിന് ചേഞ്ച് കൊണ്ടുവരണം. സോ ദിസ് ഈസ് ദ സെൻട്രൽ ഫീച്ചർ ഓഫ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ദിസ് ഫീച്ചർ ഓഫ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഡിസ്റ്റിങ്വിഷ് ഇറ്റ് ഫ്രം ട്രഡീഷണൽ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ ട്രഡീഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കില്ല. അപ്പോൾ അവർ പണ്ട് എന്താണോ നിന്നിരുന്നത് അല്ലെങ്കിൽ നിലനിന്നിരുന്നത് ആ ഒരു മെത്തേഡ് മാത്രമേ അവർ ഫോളോ ചെയ്യത്തുള്ളൂ. അതാണ് ട്രഡീഷണൽ എന്ന് പറയുന്നത്, ട്രഡീഷണൽ അഡ്മിനിസ്ട്രേഷൻ. അതേസമയം ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആൾ സൈഡഡ് ഡെവലപ്മെൻറ്റ് ഇൻ ചേഞ്ച്. ദാറ്റ് ഈസ് ഫോക്കസ് ഓൺ ചേഞ്ച്. ഈസ് ഇറ്റ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ? ദാറ്റ്സ് എ ഡിഫറൻസ്. Second one is development tendency. So development administration is a vehicle of developmental values. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നൊരു വെഹിക്കിളാണ്, അല്ലെങ്കിൽ ഒരു വാഹനമാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഡെവലപ്മെൻറ്റൽ വാല്യൂസുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു വെഹിക്കിളായിട്ട് നമുക്ക് ഏതിനെ പറയാം? ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനെ പറയാം. അപ്പോൾ ഈ ടെൻഡൻസി ഈസ് ടു ഗോ വിത്ത് ദ ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ്. അപ്പോൾ അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ ടെൻഡൻസി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഈസ് ടു ഇംപ്ലിമെൻറ്റ് ന്യൂ പ്രോഗ്രാംസ് ഓർ ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ്. ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റൽ ടെൻഡൻസി. ആൻഡ് തേർഡ് വൺ ഈസ് റിസൾട്ട് ഓറിയൻറ്റേഷൻ. സോ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ബി റിസൾട്ട് ഓറിയൻറ്റഡ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം. ആൻഡ് ചേഞ്ച് ഹാവ് ടു ബി ബ്രോട്ട് റാപ്പിഡ്ലി വിത്തിൻ എ ഡെഫിനിറ്റ് ടൈം ഷെഡ്യൂൾഡ്. അപ്പം നമ്മളൊരു പോളിസി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ഡ്യൂറേഷനുള്ളിൽ തന്നെ അതിൻ്റെ ഫലം നമുക്ക് കിട്ടണം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? ഷോർട്ട് പീരീഡിനുള്ളിൽ റിസൾട്ട് അച്ചീവ് ചെയ്യുക. ദാറ്റ് ഈസ് റിസൾട്ട് ഓറിയൻറ്റേഷൻ. സോ ഇറ്റ്സ് പെർഫോമൻസ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രൊഡക്ടിവിറ്റി. ഇപ്പം നമ്മൾ അതായത് പ്രൊഡക്ടിവിറ്റിയാണ്. ഇപ്പോൾ അതായത് ഉൽപ്പാദനക്ഷമത. ഇപ്പം നമ്മളൊരു പിന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളൊരു ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കസ് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഉദ്ദേശിച്ച പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് ഏറ്റവും പെട്ടെന്ന് അച്ചീവ് ചെയ്യുക. അതിനാണ് നമ്മൾ റിസൾട്ട് ഓറിയൻറ്റേഷൻ എന്ന് പറയുക.
ഫോർത്ത് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി. ഇപ്പം നമുക്കറിയാം ഏത് കാര്യം നമ്മൾ എഫക്റ്റീവായിട്ട് കണ്ടക്ട് ചെയ്യണമെങ്കിലും അവിടെ എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. അപ്പോൾ സോ അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദാറ്റ് ഇറ്റ് ലീഡ്സ് ടു അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി. അപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്തിലേക്ക് നയിക്കുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിയിലേക്ക്. ഫോർ വാണ്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി മാക്സിമം എയിംസ് ഓഫ് ഡെവലപ്മെൻറ്റ് കനോട്ട് ബി അച്ചീവ്ഡ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആൾ ദിസ് പ്രോജക്റ്റ് ഫോർമുലേറ്റഡ് ഫോർ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വിച്ച് എയിംസ് വിച്ച് ആർ ഡിറ്റർമിൻ ടു അച്ചീവ് ദം ഇൻ മിനിമം ടൈം ഈസ് കാൾഡ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി അല്ലേ. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ലക്ഷ്യം വെക്കുന്നതിന് എന്താണ്? മിനിമം ടൈം ഡ്യൂറേഷനുള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിനൊരു റിസൾട്ട് അച്ചീവ് ചെയ്യുക. സോ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ആൾവേസ് എൻഡേവേഴ്സ് ടു ഇൻക്രീസ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി ത്രൂ അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെൻറ്റിലൂടെ നമ്മുടെ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ആഗ്രഹിക്കുക? ടു ഇൻക്രീസ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി. ഫിഫ്ത്ത് വൺ ഈസ് ക്ലയൻറ്റ് ഓറിയൻറ്റേഷൻ. Another characteristics of development administration is that it is client oriented. ഇപ്പോൾ എപ്പോഴും നമ്മൾ ഡെവലപ്മെൻറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്ലയൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അല്ലേ. സോ ഇറ്റ് ഹാസ് ടു ബി പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ടുവേഴ്സ് സാറ്റിസ്ഫൈങ് ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ സ്പെസിഫിക് ടാർഗറ്റ് ഗ്രൂപ്പ്. അപ്പം നമ്മൾ ഒരു ഗ്രൂപ്പിനെ ഒരു ടാർഗറ്റ് ഒരു ഗ്രൂപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പോളിസി അവർക്ക് ഫോമുലേറ്റ് അല്ലെങ്കിൽ ആ ഒരു പോളിസി നമ്മൾ ആ ഗ്രൂപ്പിന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. അപ്പോൾ എപ്പോഴും ഒരു ക്ലയൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തിക്കുക. The satisfaction of these needs is the criterion for evaluating the performance of development administration. And the people are not the passive beneficiaries, they are the active participants in the development program. അപ്പോൾ അതുപോലെ നമ്മളിപ്പം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സിറ്റിസന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും ആരെ ആയിരിക്കും? പബ്ലിക്കിനെ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ക്ലയൻറ്റ് ഓറിയൻറ്റേഷൻ. ഇനി അടുത്ത സിക്സ്ത് വൺ ഈസ് മോഡേണൈസേഷൻ. ഇതെപ്പോഴും പരീക്ഷയ്ക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് മോഡേണൈസേഷൻ? മോഡേണൈസേഷൻ ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് മീൻസ് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം. ദ ഫങ്ഷൻ കൺസേണിങ് മോഡേണൈസേഷൻ ചേഞ്ച് ആൻഡ് റിന്യൂവൽ ബിക്കംസ് എസെൻഷ്യൽ. ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചേഞ്ചാണ് അല്ലേ. അപ്പം പല കാര്യങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് പ്രോഗ്രാമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ആ സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ആ രാജ്യത്തെ നമ്മൾ ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുക. അപ്പോൾ സോ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ആൾവേസ് മേക്സ് എഫേർട്ട് ഫോർ മോഡേണൈസേഷൻ. അപ്പോൾ എപ്പോഴും ഡെവലപ്മെൻറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ്? മോഡേണൈസേഷന് വേണ്ടിയിട്ടാണ്, ആധുനീകരണത്തിന് വേണ്ടിയിട്ടാണ്. അത് ഏതൊക്കെ ഫീൽഡിലായിരിക്കണം? മീൻസ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഫീൽഡ് ഓഫ് എ കൺട്രി. ഇപ്പോൾ ഒരു രാജ്യം ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ മോഡേണൈസേഷൻ കൊണ്ടുവരണം, ആധുനികീകരണം കൊണ്ടുവരണം. അത് ഏതൊക്കെ ഫീൽഡിലായിരിക്കണം? സോഷ്യൽ, എക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഫീൽഡ്. ഇപ്പോൾ സാമൂഹികപരമായി മോഡേണൈസ് ആവണം, സാമ്പത്തികപരമായി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫീൽഡിലും ആധുനികീകരണം കൊണ്ടുവരുന്നതിലൂടെ മാത്രമേ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ശരിയായ രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ കഴിയൂ. ഇനി അടുത്ത ടൈം ബൗണ്ട്. സിൻസ് സോഷ്യോ ഇക്കണോമിക് ചേഞ്ച് ഹാവ് ടു ബി ബ്രോട്ട് അസ് ക്വിക്കലി. അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അതായത് ഇപ്പം നമ്മളൊരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ഡ്യൂറേഷനുള്ളിൽ അല്ലെങ്കിൽ ഷോർട്ട് പീരീഡിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യണം. അതിനാണ് ടൈം ബൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള എയിംസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇക്കണോമിക് ആയിട്ടുള്ള ചേഞ്ച് ആണെങ്കിലും എല്ലാം ഒരു ടൈം ബൗണ്ടിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ടൈം ഡ്യൂറേഷനുള്ളിലായിരിക്കണം. സോ ആസ് പോസിബിൾ ടൈം അസ്യൂംസ് കൺസിഡറബിൾ ഇമ്പോർട്ടൻസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് കൊടുക്കുന്നത് ടൈം ബൗണ്ടിനാണ്. സോ ആൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ആർ പ്രിപ്പയർഡ് ഫോർ സർട്ടൻ ടൈം ഫ്രെയിം ആൻഡ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് വിത്തിൻ ദാറ്റ്. അപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം നമ്മൾ ഇംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഒരു പോളിസി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഇത്ര സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 ഇയറിനുള്ളിൽ നമുക്ക് ആ ലക്ഷ്യം അച്ചീവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്ത് മാത്രമേ നമ്മൾ പോളിസികൾ എന്ത് ചെയ്യാറുള്ളൂ? ഇംപ്ലിമെൻറ്റ് ചെയ്യാറുള്ളൂ.
Eighth one is economic development. Development administration is primarily related to economic development. അപ്പോൾ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ അടുത്ത പ്രൈമർലി റിലേറ്റഡ് ടു വാട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക പുരോഗതി. ആൻഡ് അലോങ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെൻറ്റ് ഇറ്റ് ഹാസ് ടു മേക്ക് എ സിമിലർ എഫോർട്ട് ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷന് ഏതിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ, എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. Different economic plans and development programs are executed with the cooperation of development administration. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ കോപ്പറേഷനോടുകൂടി നമ്മൾ ഒരുപാട് എക്കണോമിക് പ്ലാൻസുകളും അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസുകളും എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്. സോ ഇറ്റ് ബിൽഡ് അപ്പ് സച്ച് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ വിച്ച് മേക്സ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി ആസ് പോസിബിൾ. ഇനി ഇറ്റ് ബിൽഡപ്പ് സച്ച് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ. ഇപ്പോൾ ഇങ്ങനെ ബിൽഡ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷനിലൂടെ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് നമുക്ക് പോസിബിളാണ്. ആൻഡ് പേഴ്സ് ദ വേ ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അത് നമ്മളെ എന്തിലേക്ക് നയിക്കുന്നു, എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുന്നു. ഇനി അടുത്ത ഫോർത്ത് വൺ ഈസ് ഫിയർ ഓഫ് ഡെമോക്രസി. സോ ആൾ കൺട്രീസ് ലോഞ്ച് എ ന്യൂ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. നമുക്കറിയാം എല്ലാ രാജ്യങ്ങളും എന്തിനാണ് ശ്രമിക്കുന്നത്, പുതിയ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. സോ എവരി ന്യൂ പ്ലാൻ ആൻഡ് പ്രോഗ്രാംസ് ഈസ് ആൻ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി അപ്പോൺ ദി അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ നമ്മളൊരു രാജ്യം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് പുതിയൊരു പോളിസി അല്ലെങ്കിൽ പുതിയൊരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരിലൂടെയാണ്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെയാണ്. അപ്പോൾ അവർക്ക് അതെന്ന് പറയുന്നത് ഒരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുന്നു അല്ലേ. To execute these plans for progress, the administration will additional powers and responsibility. അപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിന് അഡീഷണൽ പവേഴ്സും അഡീഷണൽ റെസ്പോൺസിബിലിറ്റിയും കിട്ടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, ടു എക്സിക്യൂട്ട് ദീസ് പ്ലാൻസ്. സോ ഇറ്റ് എൻഹാൻസ് ഫിയർ ഓഫ് മിസ്യൂസ് ഓഫ് അതോറിറ്റി ബൈ ബ്യൂറോക്രസി. ഇനി എപ്പോഴും നമ്മൾ ഇപ്പം നമ്മുടെ തന്നെ ഫ്ലഡ് ഉണ്ടായി. അപ്പോൾ ആ ഫ്ലഡ് റിലീഫിന് വേണ്ടിയിട്ട് ധാരാളം ഫണ്ടാണ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ അത് ശരിയായ ആളുടെ കൈകളിലേക്ക് പലപ്പോഴും എന്ത് ചെയ്യാറില്ല, എത്താറില്ല, ഉണ്ടോ. സോ ഇറ്റ് എൻഹാൻസസ് ദ ഫിയർ ഓഫ് ദി മിസ്യൂസ് ഓഫ് അതോറിറ്റി ബൈ ബ്യൂറോക്രസി. അപ്പോൾ ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം പലപ്പോഴും ഇതിനെ എന്ത് ചെയ്യാറുണ്ട്, മിസ്യൂസ് ചെയ്യാറുണ്ട്. സോ ഇറ്റ് ബിക്കംസ് ആൾ ദി മോർ പവർഫുൾ. ഇപ്പം നമ്മുടെ ബ്യൂറോക്രസി എന്ന് പറയുന്നത് മോർ പവർഫുള്ളായിട്ട് മാറുന്നു. കാരണം എന്താണ്, അവിടെ റെസ്പോൺസിബിലിറ്റീസാണ് പുതിയ പുതിയ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ദ പബ്ലിക് സർവൻസ് ടേക്ക് അൺഡ്യൂ അഡ്വാൻറ്റേജ് ഓഫ് ദീസ് അഡീഷണൽ ഡിസ്ക്രിഷണറി പവേഴ്സ്. ദേ മിസ്യൂസ് ദം ഫോർ ദെയർ സെൽഫിഷ് നീഡ്സ്. അപ്പോൾ ഈ അഡീഷണൽ പവർ ഇപ്പോൾ പുതിയ പ്രോഗ്രാമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അതല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അധികാരം ആരിലേക്കാണ് എത്തുന്നത്, നമ്മുടെ ബ്യൂറോക്രസിയിലേക്കാണ്. അപ്പോൾ ഇത് പലപ്പോഴും അവരെന്ത് ചെയ്യാറുണ്ട്, മിസ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ സെൽഫിഷ് നീഡ്സിന് വേണ്ടിയിട്ട് അവർ ഇത് ഉപയോഗിക്കാറുണ്ട്. അതിനാണ് നമ്മൾ ഫിയർ ഓഫ് ഡെമോക്രസി എന്ന് പറയുക.